ഹലോ ഹാക്കേഴ്സ്, പ്രണവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർച്ചുഗൽ വീഡിയോ സീരീസിൻ്റെ SQL പാർട്ടിൽ ഇന്ന് ചെയ്യാൻ പോകുന്ന ലാബിൻ്റെ പേര് ബ്ലൈൻഡ് SQL ഇഞ്ചെക്ഷൻ വിത്ത് കണ്ടീഷണൽ റെസ്പോൺസസ്. അപ്പോൾ നമ്മൾ ബ്ലൈൻഡ് SQL സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇതിലെ ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം നിങ്ങളിതൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. ഞാനത് ഷോർട്ടായി കാര്യം പറയാം. ബ്ലൈൻഡ് SQL യൂസ് ചെയ്തിട്ട് അഡ്മിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കണ്ടുപിടിക്കുക, എന്നിട്ട് ലോഗിൻ ചെയ്യുക. ഇതാണ് നമ്മുടെ ടാസ്ക്. കേൾക്കുമ്പോൾ വളരെ എളുപ്പം പോലെ തോന്നും, കഴിഞ്ഞ വട്ടം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അത്രത്തോളം എളുപ്പമല്ല. കാരണം ബ്ലൈൻഡ് SQL നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് കൃത്യമായിട്ടൊരു ഔട്ട്പുട്ട് എന്ന് പറയാൻ ഒരു പ്രോപ്പർ ഔട്ട്പുട്ട് ഇല്ല. ഇതൊക്കെ ഒരു അസംഷൻ്റെ പേരിലാണ് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ, കൂടുതലും, എല്ലാം നല്ല കൂടുതലും. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ആസ് യൂഷ്വൽ നമുക്കറിയാം ഇവിടെയാണ് വൾനറബിലിറ്റി എന്ന്. നമ്മുടെ ഈ ഒരു കാറ്റഗറി സെക്ഷനിലാണ് ഗിഫ്റ്റ്സ് എടുക്കുന്നു. അതൊക്കെ ഞാനങ്ങ് ഫാസ്റ്റിൽ പോകട്ടെ. നമുക്കറിയാവുന്ന ആ ഒരു ഫേസ് ഇച്ചിരി സ്പീഡിലാണ് ചെയ്യുന്നത്. സ്റ്റക്കാകുമ്പോൾ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽസ് സംസാരിക്കാം. ഞാൻ ഇത് ബർപ്പിലോട്ട് മാറ്റുക. ഓക്കെ, 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 ഓക്കെ. നമുക്കതൊന്നുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഗിവ്സ് അതേപോലെ തന്നെ ഒരു സെക്കൻഡ് ട്രാക്കിംഗ് കുക്കി. ഓക്കെ, നമ്മൾ കുക്കി യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ദിസ് ലാബ് കണ്ടെയ്ൻസ് എ ബ്ലൈൻഡ് SQL ഇഞ്ചെക്ഷൻ vulnerability. The application uses a tracking cookie for analytics and performs a SQL query containing the value of the submitted cookies. The results of the SQL query are not returned and no error messages are displayed, but the application includes a welcome back message in the page if the query returns any errors. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ട്രാക്കിംഗ് കുക്കി, നമുക്ക് ആദ്യം ട്രാക്കിംഗ് കുക്കിയെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. നമുക്കത് കണ്ടു. നമുക്ക് ജസ്റ്റ് ഒന്ന് കോഡ് മോഡിഫൈ ചെയ്ത് ഒരു ജസ്റ്റ് SQLൻ്റെ ഒരു ഒരു സിംഗിൾ കോഡ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. എന്താ ഞാൻ ഈ കാണിച്ചത്? ഒന്നുകൂടെ അത് വർക്കൗട്ട് ആകില്ല. റിപ്പീറ്ററിലോട്ട് മാറ്റാം. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റീഫ്രഷ് ചെയ്യണ്ടല്ലോ. ഓക്കെ, ഈ ട്രാക്കിംഗ് ഐഡിയ ഉണ്ടോ, ഇവിടെയാണ് നമുക്ക് ആ SQL ഇഞ്ചെക്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെൽക്കം ബാക്ക് മെസ്സേജ് ഉണ്ടോ, ഈ ഒരു വെൽക്കം ബാക്ക് മെസ്സേജ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ ഒരു ഔട്ട്പുട്ട് കറക്റ്റാണോ അല്ലയോ എന്നൊക്കെ. ആകെ നമുക്ക് ഇതേ ഉള്ളൂ, ഇത് മാത്രമേ ഔട്ട്പുട്ടിലുള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ ഈ ഒറ്റ ഒരു സംഭവം വെച്ച് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് ഈ ഒരു കുക്കീസ് വെച്ചിട്ടാണ്. ഈ ഒരു കുക്കീസ് വെച്ചിട്ട് നമുക്കതുകൊണ്ട് കുക്കീസിൽ ബാക്കിയുള്ള SQL കമാൻഡ്സ് ഇൻജക്റ്റ് ചെയ്ത് നോക്കാം. അല്ല, നമുക്ക് ആദ്യം ഇത്രയും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. റെസ്പോൺസ് കിട്ടുന്നുണ്ട്. 200 ഉണ്ടോ ഇവിടെ? ഇല്ലല്ലോ. എന്ന് പറയുന്നു. അല്ല, നമ്മൾ ജസ്റ്റ് ഇത് കൊടുക്കാതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. ആൻഡ് 1 = 1. രണ്ടും ശരിയാണെങ്കിൽ നോർമലി ലോഗിൻ ചെയ്യുന്ന പോലെ ലോഗിൻ ചെയ്യും. ഇതിവിടെ നിന്ന് എടുത്ത് കളഞ്ഞു നോക്കാം. ഇവിടെ അതിൻ്റെ കാര്യമില്ല. അവിടെ സിംഗിൾ കോട്ട് കൊടുത്തിട്ട് നോക്കാം. മൈ അക്കൗണ്ട് and 1 = 1 or 1 = 1. അതല്ല, സിൻടാക്സ് എന്തോ ഇതുണ്ട്. വെൽക്കം ബാക്ക് കാണിക്കുന്നില്ല അവിടെ. ഓക്കെ, ഇവിടെ കമൻറ്റ് ചെയ്ത് നോക്കാം. വെൽക്കം ബാക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഓക്കെ, മിസ്റ്റേക്ക് മനസ്സിലായി. നമ്മുടെ ഇനി ഒറിജിനലി ഒരു സിംഗിൾ കോട്ട് അവിടെ കാണുമല്ലോ, അത് നമ്മൾ കമൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവിടെ സിൻടാക്സ് എറർ പോലെ വന്നിട്ട് ഈ വെൽക്കം ബാക്ക് കാണിക്കാനത്. ഇത് കണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഈ ഒരു ട്രാക്കിംഗ് ID തന്നെയാണ് ആ ഒരു SQL ഇഞ്ചെക്ഷൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് ആദ്യം ആലോചിക്കാം. നമ്മുടെ ടാസ്ക് എന്ന് പറയുമ്പോൾ ആ യൂസർ നെയിമും പാസ്വേഡും കണ്ടുപിടിക്കുക. യൂസർ നെയിമും പാസ്വേഡും കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഒരു ടേബിൾ
നമുക്കൊരു പോസിബിലിറ്റി ഉള്ള യൂസർ അല്ലെങ്കിൽ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു യൂസർ ഉണ്ടെങ്കിൽ ആ യൂസറിന് പാസ്വേഡ് ഏത് കോളത്തിൽ അല്ലെങ്കിൽ ആ ഒരു കോളത്തിൽ സ്റ്റോർ ചെയ്തിട്ട് ഏത് കോളത്തിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു കോളം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു കോളം ഉണ്ടെങ്കിൽ കേട്ടോ, മൂന്ന് കാര്യങ്ങളായി. ഇനി നമുക്ക് ചെയ്യാനുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് നമുക്ക് ഹിൻഡിൽ ലോവർ കേസും ആൽഫ ന്യൂമറിക്കും ക്യാരക്ടേഴ്സേ ഉള്ളൂ പാസ്വേഡ്. അപ്പം എന്താ സാധ്യത? A മുതൽ Z വരെയും 0 മുതൽ 9 വരെയും സ്മോൾ ലെറ്ററാണ് മറ്റേ ഒരു ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മളൊരു ബ്രൂട്ട് ഫോഴ്സ് നടത്തണം. A ആണോ എന്ന്, ആദ്യത്തെ വേർഡ് A ആണോ എന്ന് നോക്കണം പാസ്വേഡിൻ്റെ, B ആണോ എന്ന് നോക്കണം, C ആണോ എന്ന് നോക്കണം. അങ്ങനെ ഫുൾ പോയി ആദ്യത്തെ നമുക്ക് കിട്ടും, ആദ്യത്തെ ആ ഒരു അക്കം കിട്ടും. അങ്ങനെ എത്ര ലെങ്ത് ഉണ്ടോ പാസ്വേഡ് അത്രയും നമ്മളിങ്ങനെ ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മളെ ടാസ്ക്, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത്ര എനിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, ഓൾറെഡി നമുക്ക് ബ്ലൈൻഡ് എസ്ക്യൂലിൻ്റെ നമ്മളൊരു ചെറിയ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കുമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി. നമ്മളൊരു ടോപ്പിക്ക് ബ്ലൈൻഡ് എസ്ക്യൂൽ, അതിൻ്റെ മെയിൻ ടോപ്പിക്കിനെ പറ്റി നമ്മൾ ക്ലാസ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാറില്ല, ഇതുവരെ എടുത്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകത്തേ ഉള്ളൂ. ബ്ലൈൻഡ് എസ്ക്യൂൽ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടില്ല, നമ്മളല്ലാതെ നമ്മുടെ അസംഷൻസും കാര്യങ്ങളും വെച്ചിട്ട് കണ്ടുപിടിക്കണം. ഇതിനകത്ത് ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതെങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാമെന്നൊക്കെ അത് നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യണം. പിന്നെ നമ്മൾ അതിൽ ചെറിയ മെത്തേഡ്സ് ഒക്കെ ഇവിടെ ചെയ്യും, എന്നാലും നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് വേറെ പല റിസോഴ്സസ് ഉണ്ട്, അത് ഫോളോ ചെയ്യാം. നമ്മൾ ലാബിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനത്തെ വീഡിയോസ് നമ്മൾ ചെയ്യാൻ പ്ലാനുണ്ട്, ഷോർട്ടായിട്ടും കാര്യങ്ങളൊക്കെ. ഷോർട്ട് മീൻസ് ഇതൊന്നും അല്ല, മീൻസ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് ഇതിൻ്റെ ഡെഡിക്കേറ്റഡ് ക്ലാസ് വേണമെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യും. ഓക്കെ, അപ്പം മെയിൻ കാര്യത്തിലേക്ക് വരാം. ഓക്കെ, നമ്മുടെ ടാസ്ക് ഇതൊന്ന് കൊടുത്ത് വെച്ചേക്കാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുമ്പം എന്താണ്, നമ്മൾ ആ ഒരു യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അത് നമുക്ക് ആ ചീറ്റ് ഷീറ്റ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം, ആവശ്യം വരും. ഓക്കെ, ഒരു പരിപാടിയുണ്ട്. SQL അറിയാവുന്നവർക്ക് ഒരു പക്ഷേ അറിയായിരിക്കും. ഓക്കെ, നോക്കാം. സെലക്ട് ഒരു 1 അല്ല A ഫ്രം യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിളിൽ നിന്ന് A എന്ന് പറഞ്ഞിട്ടുള്ളത് എടുക്കുക. ലിമിറ്റ് ചെയ്യണം കേട്ടോ, അതല്ലെങ്കിൽ വർക്കൗട്ടാകും. ലിമിറ്റ് 1 ഈക്വൽ ടു A. ഈ A ഈക്വലാണ് അതിനായിട്ട്. ഓക്കെ, വെൽക്കം ബാക്ക് കാണിച്ചു. ഓക്കെ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആൻഡ് കൊടുത്തിട്ട്, ഇത് റൈറ്റും ലെഫ്റ്റും ശരിയാണോ, ലോജിക്കൽ ഓപ്പറേറ്റർ ആൻഡ് വന്നതെന്ന് അറിയാമല്ലോ. ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ ഈ എൻ്റെ ഒരു ഈ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ ഉണ്ടെങ്കിൽ A എന്ന് പറഞ്ഞിട്ടുള്ള ലിറ്ററൽ സെലക്ട് ചെയ്യുക. അപ്പം ഇത് ഈ ഒരു യൂസർ ഉണ്ടെങ്കിൽ എന്ത് പറ്റും, A എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും ഈക്വലായിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി A എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഈക്വൽ ആവും. A ഈസ് ഈക്വൽ ടു A അല്ലേ? ഞാൻ കാണിക്കാം, ഒരു മിനിറ്റ്. ജസ്റ്റ് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിട്ട് ഞാൻ കാണിക്കാം, അല്ലാണ്ട് ഫുൾ എടുത്ത് കാണിക്കാം. ഓക്കെ. അപ്പം ഇവിടുത്തെ നിങ്ങൾ നോക്കണ്ട, ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് തന്നെ വെച്ചു, ഞാൻ അത് എഴുതുന്നില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ട്രൂ ആണ്. ഇത് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴാണ് ട്രൂ ആവുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളതും നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളതും റൈറ്റ് സൈഡിലുള്ളതും ട്രൂ ആകുമ്പോഴേ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആകത്തുള്ളൂ. ഓക്കെ, അത് മനസ്സിലായില്ലേ? ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആകണമെങ്കിൽ ലെഫ്റ്റും റൈറ്റും ട്രൂ ആകണം. പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഇനി നോക്കാം. ഈ ഒരു പോർഷനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇന്ന പേരിലുള്ള യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലൊരു ടേബിൾ ഉണ്ടെങ്കിൽ, ഈ ഒരു പേര് ടേബിൾ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഫുൾ ഔട്ട്പുട്ട് എന്താ വരുന്നത് വെച്ചാൽ A എന്ന് പറഞ്ഞിട്ടുള്ള ലിറ്ററലായിരിക്കും ഔട്ട്പുട്ട്. ഈ ഈക്വലിന് തൊട്ട് മുമ്പുള്ള ഭാഗം വരെയുള്ള ഔട്ട്പുട്ട്, ഈ ഒരു പോർഷനിലെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പം A ആയിരിക്കും. കറക്റ്റ് ആണെങ്കിൽ ഈ ഒരു പേരിൽ യൂസർ ഉണ്ടെങ്കിൽ ലിമിറ്റ് 1 നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓക്കെ, അത് മനസ്സിലായി. അങ്ങനെ ഈ ഒരു റൈറ്റ് സൈഡിലുള്ള എന്തോ, ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലുള്ള എന്തോ ഈക്വൽ ടു
എ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു യൂസർ ഇല്ലെങ്കിൽ ഇവിടെ എ വരത്തില്ല, ആൻസർ വേറെ ഇത് ഒന്നുമില്ലല്ലോ അവിടെ, ജസ്റ്റ് എ ആണോ നോക്കും, ഔട്ട്പുട്ട് തെറ്റാണ്, സോ എറർ അടിക്കും. ഇവിടെ നമ്മൾ എന്തോ ഇങ്ങനൊരു യൂസർ ഉണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് അവിടെ വരും, ലിറ്ററൽ അത് തന്നെ വരത്തുള്ളൂ, വേറെ ഒന്നും വരത്തില്ല. റൈറ്റ് സൈഡിലുള്ളത് ഓൾറെഡി എ ഈസ് ഈക്വൽ ടു എ. നമ്മുടെ ആ ഒരു SQL ക്വറി ശരിയാണ്, ആ ഒരു വർക്കൗട്ട്, ആ ഒരു SQL കമാൻഡ് ഇൻജെക്റ്റ് ആയി നമുക്ക് വേണ്ട ഔട്ട്പുട്ട് കിട്ടും. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കൺഫേം ആക്കാൻ പറ്റും ഈ ഒരു പേരിലുള്ള യൂസർ ഉണ്ടോ എന്ന്. ഇനി ഈ ഒരു ലോജിക്കിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലിമിറ്റ് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ മൊത്തം ആ ഒരു ഇതിലുള്ളത് നോക്കും. സെൻഡ് അടിച്ചാൽ കണ്ടോ, നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല, ലിമിറ്റ് വെക്കണം. അതുകൊണ്ട് ലിമിറ്റ് ആദ്യത്തെ ഒരു റോ മാത്രം മതി നമുക്ക്, അല്ലെങ്കിൽ എറർ അടിക്കും. അതുകൊണ്ടാണ്. അതെന്താ നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ? നിങ്ങൾക്ക് സംഭവം പിടി കിട്ടിയോ ലിമിറ്റ് എന്തിനാണ് വെച്ചതെന്ന്? ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ChatGPT നോക്ക്. ഓക്കെ, നമ്മൾ അതിനായിട്ടാണ് ലിമിറ്റ് വെച്ചേക്കുന്നത്. കാരണം ലിമിറ്റ് വെച്ചില്ല എങ്കിൽ ജസ്റ്റ് എറർ അടിക്കും. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ എറർ അടിച്ചത്, അത് വരും. എറർ അടിക്കുമല്ല, ആ ഒരു ഔട്ട്പുട്ട് വെൽക്കം ബാക്ക് ആണെങ്കിൽ ആ ഒരു കുക്കീസിൻ്റെ അവിടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ശരിയാവത്തില്ല. നമ്മൾ ഫസ്റ്റ് ടൈം കയറുന്നത് ഈക്വലായി പോകും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അവിടെ ആ ഒരു ലിമിറ്റ് 1 വെച്ചേക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ലൈവായിട്ട് ചെക്ക് ചെയ്യാം എന്തിനാണ് അവിടെ ലിമിറ്റ് 1 എന്ന്. അപ്പം ഞാൻ എങ്ങനെയാണ് നോക്കുന്നതെന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അടുത്ത ഡൗട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നോക്കാം. ഓക്കെ, why there is a need of limit in the query and without blind SQL is not working. Explain it simply as you can for a beginner. ഇങ്ങനെ നോക്കിയാൽ ഒന്നുകൂടെ ഷോർട്ടാക്കി നല്ല രീതിയിൽ നമ്മൾ പ്രോംപ്റ്റ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അത്ര നല്ല രീതിയിൽ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണം, ഇത്ര പോയിൻറ്റ്സ് മതി, ആ പോയിൻറ്റ്സ് ഇത്ര കാര്യങ്ങളാണ്, അങ്ങനെ പറയുവാണെങ്കിൽ അതുപോലെ നമുക്ക് ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ the need for limit 1 in the query is because of how SQL works when returning data. Here's the explanation. What the query does. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് സബ് ക്വറി. ഇറ്റ് ട്രൈസ് ടു കമ്പയർ ദ റിസൾട്ട് ഓഫ് എ ക്വറി ഓൺ ദ യൂസേഴ്സ് ടേബിൾ വിത്ത് എ. ദ സബ് ക്വറി select A from users, returns all rows from the users table, but SQL does not know how to compare multiple rows with a single value. നമ്മളൊരു സിംഗിൾ വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഞാൻ കാര്യം പറയാം എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു ക്വറിയിൽ നമുക്ക് ഒരു സിംഗിൾ വാല്യൂ ആണ് നമ്മളിവിടെ കൊടുത്തിരുന്നത് അല്ലേ? SQL അറിയത്തില്ല എങ്ങനെയാണ് മൾട്ടിപ്പിൾ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ടേബിൾ ഇത്ര ലിമിറ്റിന് മുമ്പ് വരെ അടിക്കുന്നുണ്ടെങ്കിൽ ഫുൾ റോസും വരും. ഈ മൊത്തം റോസിനെയും ഒരൊറ്റ ഈ ഒരു സിംഗിൾ വാല്യൂ വെച്ചിട്ട് എങ്ങനെ കമ്പയർ ചെയ്ത് റിസൾട്ടിലേക്ക് എത്തിക്കാമെന്ന് SQLന് അറിയില്ല. അപ്പോൾ എറർ അടിക്കും, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് കൃത്യമായിട്ട് കിട്ടത്തില്ല. ഓക്കെ, കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ലിമിറ്റ് 1 കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആദ്യത്തെ റോസ് മാത്രമേ റിട്ടേൺ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് റോ മാത്രം. അപ്പോൾ അത് കമ്പയർ ചെയ്യും, ശരിയാണോ നോക്കും. അതുകൊണ്ടാണ് അവിടെ ആ ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കീവേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സമയം പിടികിട്ടില്ലേ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു യൂസറിൻ്റെ അവിടെ നമുക്ക് വേണ്ട ആ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള യൂസർ നെയിം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. പക്ഷെ അവിടെ എന്തോരം കോളംസ് ഉണ്ടാകാം അല്ലേ? പല പേരിലുള്ള കോളംസ് ആകാം. പക്ഷേ നമുക്ക് യൂസർ നെയിം എന്ന പേരുള്ള കോളം ഉണ്ടോ എന്ന് അങ്ങ് ചെക്ക് ചെയ്യാം. ഓൾറെഡി യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിൾ ഉണ്ടെന്ന് മനസ്സിലായി. യൂസർ നെയിം എന്ന് പറഞ്ഞ കോളവും കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യൂസർ നെയിം അഡ്മിനിസ്ട്രേറ്റർ. ഇത് നമുക്ക് മറ്റേ ആ ഒരു വെൽക്കം ബാക്ക് കാണിക്കുമോ നോക്കാം. വെൽക്കം ബാക്ക് കാണിച്ചു. നമ്മുടെ പ്രഡിക്ഷൻ വളരെ കറക്റ്റായിരുന്നു. ഇനി നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ പാസ്വേഡ് നമുക്കറിയത്തില്ല. ഇപ്പോൾ നമുക്ക് രണ്ട് കാര്യം അറിയാം. യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഒരു ടേബിളുണ്ട്. ആ ടേബിളിൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള യൂസർ നെയിം സ്റ്റോർ ചെയ്തേക്കുന്നത് യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളത്തിലാണ്. അത് നമുക്ക് മനസ്സിലായി. പാസ്വേഡും കാണും. പക്ഷേ പാസ്വേഡിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു കാര്യമുണ്ട്. പാസ്വേഡ് എത്ര ലെങ്ത് ഉള്ളതാണെന്ന് നമുക്കറിയത്തില്ല. അതറിയണം ഇനി അടുത്തതായിട്ട്. അപ്പം നമുക്ക് അത് അറിയുവാണെങ്കിൽ ഇപ്പം നമുക്ക് പാസ്വേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോളം വെച്ചിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്ന ഇങ്ങനെ ആയിരിക്കും.
ഇത്ര ലെങ്ത് ആണോ പാസ്വേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിലെ ആ ഒരു കണ്ടൻറ്റിനുള്ളത്. അപ്പോൾ അത് ശരിയാണെന്ന് പറയുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാവും? ഒന്നാമത് ലെങ്ത് മനസ്സിലാവും, രണ്ടാമത് പാസ്വേഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ടെന്നും കൺഫേം ആക്കാം. ഏറെക്കുറെ ഉണ്ടാകണം, ഇത് രണ്ടും കൺഫേം ആയി. യൂസേഴ്സും ഉണ്ട്, യൂസർ നെയിമും ഉണ്ട്. ഇതൊരു ടാസ്ക് ആയതുകൊണ്ട് മിക്കവാറും പാസ്വേഡ്സ് എന്ന് പറഞ്ഞ് കാണും. ഓക്കെ, അപ്പോൾ നമുക്കത് അങ്ങനെ അറിയാൻ പറ്റും. അതിനായിട്ട് നമ്മൾ എന്തുവാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ സെലക്ട് നമ്മുടെ ആ ഒരു പാസ്വേഡിൻ്റെ ലെങ്ത് എടുക്കണം. എങ്ങനെ ലെങ്ത് എടുക്കാൻ പറ്റും? ChatGPT നോക്കാം. ഇത് ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാം, എത്ര എടുക്കും? ഓക്കെ ആണ്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. വർക്കൗട്ട് ആകുമെന്ന് നോക്കാം. ആൻഡ് സെലക്ട് ലെങ്ത് പാസ്വേഡ് ഫ്രം യൂസേഴ്സ്. ഓക്കെ, പാസ്വേഡ് ലെങ്ത് എടുക്കുന്നു. വേറെ യൂസർ നെയിം അഡ്മിനിസ്ട്രേറ്റർ. ആ ഒരു പാസ്വേഡ് കണ്ടുപിടിച്ചിട്ടില്ല കാര്യമുള്ളൂ. നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു എന്തായാലും ഒന്നൊന്നും ആയിരിക്കത്തില്ല, ഒരു 5 മുതൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഓക്കെ ഇവിടെ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഏത് ആ ഒരു വെൽക്കം ബാക്ക് മെസ്സേജ് ഇവിടെ നമുക്ക് വേണ്ട ആ ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല. വെൽക്കം ബാക്ക് മെസ്സേജ് കാണിച്ചിട്ടില്ല. ഒരു 6 കൊടുക്കാം. 6. നമുക്കിത് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാം. നമുക്കിത് ഇൻക്ലൂഡറിലോട്ട് മാറ്റിയിട്ട് ഒരു സ്പെസിഫിക് നമ്പർ വരെ നമുക്ക് പോവാം. നമ്മൾ എന്താണ് ചെയ്യുവാണെങ്കിൽ ടൈം വീണ്ടും പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മനസ്സിലാവുമല്ലോ. ഇതാണ് എനിക്ക് ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കേണ്ടത് അല്ലേ. അപ്പോൾ അവിടെ ആഡ് കൊടുക്കുക. സീറോ മുതലല്ല 1 മുതൽ മാക്സ് ലെങ്ത് 2 അല്ല, മിനിമം ലെങ്ത് 1, മാക്സ് ലെങ്ത് 2. അപ്പം എത്ര 90 പോസിബിലിറ്റി ചിലപ്പോൾ അല്ലേ. പോട്ടെ, നോക്കാം. സ്റ്റാർട്ട്. ഓക്കെ, അത് നോക്കട്ടെ. അപ്പം 9 എന്ന് പറഞ്ഞ നമ്പർ വെച്ച് നോക്കുവാണ്. ഇതൊക്കെ സെയിം ലെങ്ത് വെച്ച് നമുക്ക് മനസ്സിലാവുന്നതുണ്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ വെൽക്കം ബാക്ക് മെസ്സേജ് ഒറ്റ ഒരിടത്തേ വരത്തുള്ളൂ. കാരണം പാസ്വേഡ് ലെങ്ത് പലതാകത്തില്ലല്ലോ, ഒറ്റ ഒരു സാധ്യതയേ ഉള്ളൂ. അപ്പം അതിനകത്ത് വരുമ്പോഴത്തേക്ക് വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടൻറ്റ് കൂടി വരും. അപ്പോൾ ലെങ്തിൽ വ്യത്യാസം വരും, മനസ്സിലായോ? ഇതിലൊക്കെ ലെങ്ത് സെയിം, അതായത് ഇതിലൊന്നും വെൽക്കം ബാക്ക് മെസ്സേജ് ഇല്ല. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടത്. എങ്ങനെ നമുക്ക് വെൽക്കം ബാക്ക് മെസ്സേജ് ഉണ്ടെന്ന് മനസ്സിലാവുമെന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് കണ്ടു, ഇതിൻ്റെയൊക്കെ നമ്പർ സെയിം ആണ്. ഈ ഒരു ലെങ്തിൻ്റെ നമ്പർ സെയിം ആണ്. ഈ ഒരു പാസ്വേഡിൻ്റെ നമ്പർ ഞാൻ ഓൾറെഡി പറഞ്ഞു, പലതാകത്തില്ല. ഒരിക്കലും പാസ്വേഡ് ഒരേ സമയം 5, 6, 7 ഒന്നും ആകത്തില്ല. ഒറ്റ ഒരു നമ്പർ ആയിരിക്കും പാസ്വേഡിൻ്റെ ലെങ്ത്. അപ്പം ഒരിടത്ത് മാത്രമേ വെൽക്കം ബാക്ക് മെസ്സേജ് കാണിക്കും, ബാക്കി എല്ലാത്തിടത്തും അത് കാണിക്കത്തില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ലെങ്ത് സെയിം ആയിരിക്കും, ആ ഒരിടത്ത് മാത്രം വ്യത്യാസമായിരിക്കും. അത് നമുക്ക് അതേതാണ് കണ്ടുപിടിക്കണം. സെലക്ട് ലെങ്ത് തന്നെ ആയിരുന്നു. ഇത്രയായിട്ട് വന്നില്ല. ഇത്രയും വലിയ ലെങ്തുള്ള പാസ്വേഡൊന്നും ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് അത് ചോദിച്ചുകൊണ്ട് ഇവിടെ ഒന്നിലും നമുക്ക് ആ ലെങ്തിൽ വ്യത്യാസം വന്നിട്ടില്ല. ഒന്നും നമുക്കത് കട്ട് ചെയ്യാം. എന്തായാലും 50 അക്കൊന്നും പോകത്തില്ല. 57 ഡിസ്കാർഡ് ചെയ്യാം. ഡിസ്കാർഡ് ചെയ്തിട്ട് ലെങ്ത് ആണോ ലെന്നാണോ നമുക്ക് നോക്കാം. ഇനി സ്റ്റാർട്ട് ടാഗ് കൊടുക്കാം. ഇവിടെയൊക്കെ 5489 തന്നെ വരുന്നത്. ലെങ്ത് ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. പേലോഡ് ഈ ഒരു രീതിയിലാണ് കേട്ടോ പോകുന്നത്. 9, 11, 21 അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. ഒരു വ്യത്യാസമില്ല. 5489 തന്നെയാണ് ഇപ്പോഴും ലെങ്ത് കാണിക്കുന്നത്. ലാസ്റ്റ് എല്ലാം അടിക്കാനാണെങ്കിൽ ഉണ്ടെങ്കിൽ ഇത്രനകത്തില്ല. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു, 10, 11 ഒന്നും അല്ല, 10 ഒന്നും ഇല്ല. 10 ഇല്ല, 12 ഇല്ല, അല്ല 10 ഇല്ല, 20 ഇല്ല, 30 ഇല്ല. അതെ, 10, 20 ഒന്നും ഇല്ല. നമുക്കിനി 10, 20, 30 ആ ഒരു ഓർഡർ മാനുവലി ചെയ്ത് നോക്കാം. 10 ആദ്യം വെക്കാം. എന്നിട്ട് ഇത് റിപ്പീറ്റിലോട്ട് മാറ്റിയിട്ട് അവിടെ നമുക്ക് സെൻഡ് അടിക്കാം. ഇല്ല, ഇവിടെ അല്ല,
20 ആക്കാം. അല്ല 30 ആക്കാം. അല്ല 40 കൂടി ആക്കാം. അതുകൂടി നമുക്ക് നിർത്തിയിട്ട് ലെങ്ത് വെച്ച് നോക്കാം. അല്ല ലെങ്ത് ആക്കിയിട്ട് അതേ മെയിൻ പോയിന്റ്സ് വെച്ച് ആദ്യം അങ്ങ് നോക്കാം. 10 അല്ല 20. ഓക്കെ 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 ആണ്. 20 വേർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ 20 അക്കങ്ങളുണ്ട് ആ ഒരു പാസ്വേഡിൽ. അതും നമുക്ക് മനസ്സിലായി. ഇനി ഒരൊറ്റ കാര്യം കൂടി നമുക്ക് മനസ്സിലായാൽ മതി, ആ 20 അക്കങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല, പക്കാ നമുക്ക് ബ്രൂട്ട് ഫോഴ്സിങ് മെത്തേഡ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്കിത് വീണ്ടും ഇൻക്ലൂഡറിലോട്ട് മാറ്റാം. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ പാസ്വേഡിന് ആദ്യത്തെ അക്കം എടുക്കണം. ഇതല്ല ഇവിടെ വേണ്ടേ, അതിനൊരു ചീറ്റ് ഷീറ്റ് ഒരു സംഭവം ഉണ്ടായിരുന്നു, ഞാൻ മുമ്പേ ശ്രദ്ധിച്ചായിരുന്നു. സബ്സ്ട്രിങ്. ഓക്കെ, ഇത് നമ്മളിപ്പം ഏത് ഡേറ്റാബേസ് ആയിരുന്നു എന്ന് എല്ലാത്തിൻ്റെയും സബ്സ്ട്രിങ് ഉണ്ട്. നമുക്കിപ്പം സബ്സ്ട്രിങ് വെച്ച് നോക്കാം. എന്നിട്ട് അത് വർക്കായില്ലെങ്കിൽ str നോക്കാം. പാസ്വേഡ് ആദ്യത്തേതാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരെണ്ണം മതി, ഒരെണ്ണം എടുത്താൽ മതിയല്ലോ, ആദ്യത്തെ 2 വേണ്ടല്ലോ. ഓക്കെ, ഇവിടെ നമ്മൾ ചേഞ്ച് വരുത്തണ്ട കേട്ടോ, അത് നമുക്ക് ഒരെണ്ണം മതി എപ്പോഴും. ആദ്യത്തെ ഓരോന്നോരോന്ന് വെച്ചിട്ട് നമ്മൾ പോകുന്നത് 2, 3, 4 ഓരോ പ്ലേസിൽ ഒരെണ്ണം വെച്ച് നമ്മൾ നോക്കുന്നത്, കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട, കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ മതി. ഇത് നമ്മൾ ഓരോ വട്ടവും ചേഞ്ച് ചെയ്താൽ മതി. 1, 2, 3 ആക്കി പോയാൽ മതി. ഇവിടെ പോസിബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു? A to Z വരെ ആകാം, സ്മോൾ ലെറ്റർ 0 to 9 വരെ ആകാം. ബ്രൂട്ട് ഫോഴ്സ് അവിടെ ചെയ്യണം. മാക്സ് ലെങ്ത് മിൻ ലെങ്ത് ഒന്നേ ഉള്ളൂ. ഓരോന്നോരോന്ന് വെച്ച് നമ്മൾ കമ്പൈൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ 2 അക്കമൊന്നും വെച്ച് നമ്മൾ ചെയ്യുന്നില്ലല്ലോ. 36 പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെ നമ്മൾ മാനുവലി ചെയ്യാം കേട്ടോ, ഓരോ വട്ടം 2, 3 ആക്കി പോവാം. അത് നമുക്ക് മാറ്റി ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, അതിന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ലെങ്ത് വെച്ചിട്ട് തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വട്ടം നമുക്ക് ആ ലെങ്തിൻ്റെ പരിപാടി മര്യാദയ്ക്ക് വർക്കൗട്ട് ആയില്ല. നമ്മൾ പിന്നെ മാനുവലി ആ ഒരു ഒഴിവാക്കാനുള്ളതൊക്കെ കിട്ടി, പിന്നെ നമ്മൾ മാനുവലി നോക്കിയിട്ടല്ലേ കിട്ടിയേ. പക്ഷേ ഈ വട്ടം ലെങ്ത് വെച്ച് നമ്മൾ കറക്റ്റായിട്ട് പിടിക്കും. വർക്കൗട്ട് ആകേണ്ടതാണ്. ഇതെങ്ങനെ നമുക്ക് ഈ ഇതൊക്കെ ചെയ്യാൻ അറിയാമെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ ഈ ഒരു ബ്ലൈൻഡ് എസ്ക്യൂഎലിനെ പറ്റിയും അതിൻ്റെ ഓൾറെഡി ഉള്ള എക്സാമ്പിൾസ് വെച്ച് നമ്മൾ ചെറിയ റിസർച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു കംപ്ലീറ്റ് ഒന്നും അറിയാത്ത ഒരാൾ വരുവാണെങ്കിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സമയം എടുക്കും, ചില മണിക്കൂറുകൾ എടുക്കും റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി എടുക്കാനായിട്ട്. പക്ഷെ നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ട്, അതുകൊണ്ടാണ് നമുക്കിതിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, 36 പോസിബിലിറ്റീസ് നോക്കി, ഇതിലൊന്നും വ്യത്യാസമില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. വെൽക്കം ബാക്ക് മെസ്സേജ് ആണല്ലോ നമ്മുടെ ആ ഇത്. അപ്പോൾ അത് ആഡ് ചെയ്യാം. അതിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കാനുള്ള. ഗ്രെപ്പ് എക്സ്ട്രാക്ട് ഇത് തന്നെ. ഫെച്ച് റെസ്പോൺസ് അടിച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല. അപ്പം നമുക്ക് ഇതെടുക്കാം. ഇപ്പം ഇതില്ലാത്ത എവിടെയാണെന്ന് വെച്ചാൽ കാണാൻ പറ്റും. അപ്പോൾ അതിലായിരിക്കും, ഇതില്ലാത്തടത്തായിരിക്കുമല്ലോ നമ്മുടെ വെൽക്കം ബാക്ക് ഉള്ളത്. അങ്ങനെയും നമുക്ക് നോക്കാം, അല്ലെങ്കിൽ വെൽക്കം ബാക്ക് എടുത്ത് നോക്കാം, അത് വെച്ച് നോക്കാം. വെൽക്കം ബാക്ക് ഉള്ളത് മാത്രം കാണിക്കും.
ഒന്നിനും ഇല്ലേ? എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം എന്താണ് നമുക്ക് പറ്റിയെന്ന്. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമുക്കത് എന്താ പറ്റിയെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആ ഒരു സിംഗിൾ കോട്ട് കൊടുത്തില്ലായിരുന്നു. ഇനി അതൊരു ഇതാണോ എന്ന് നോക്കാം, ഒരു പ്രോബ്ലം ആയിരുന്നോ എന്ന് നോക്കാം. സിംഗിൾ കോട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അവിടെ. നോക്കാം. ഇവിടെ ലെങ്തിൽ ചേഞ്ച് ഉണ്ട്. എം എന്ന് പറഞ്ഞിട്ടുള്ളത് റെസ്പോൺസ് വെൽക്കം ബാക്ക്. ഓക്കെ ഇതൊരു മിസ്റ്റേക്കാണ് കേട്ടോ നമ്മൾ ചെയ്തത്. അത് വേറെ പലയിടത്തുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് പാരഗ്രാഫ് എലമെൻറ്റ്സിനിടയ്ക്കായിട്ട് ആ ഒരു ബാർ ഉള്ളത്. സോ അതെടുത്ത് എല്ലായിടത്തും കാണിക്കും. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പോൾ വെൽക്കം ബാക്ക് തന്നെ നമ്മൾ എടുക്കണമായിരുന്നു. അത് നമുക്കൊരു കാര്യം ചെയ്താൽ മതി. ഇതിപ്പോൾ നമുക്ക് ആദ്യം അറിയാം എം ഉണ്ടെന്നറിയാം. ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിവിടെ ആ ഒരു സിംഗിൾ കോഡ് കൊടുക്കണമായിരുന്നു. ആ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രിങ് ലിറ്ററിന് കാണിക്കാനായിട്ട് അത് ആവശ്യമായിരുന്നു. നമ്മളത് ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരുന്നു നമുക്ക് ആ ഒരു എറർ വന്നത്. നമുക്കറിയാം അവിടെ എം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമാണ് ആദ്യത്തെ ആ ഒരു പാസ്വേഡിൻ്റെ തുടക്കമെന്ന്. നമ്മളത് എടുക്കുന്നു, ഇവിടെ ആഡ് ചെയ്യാൻ പോവാം. റീഫെച്ച് കൊടുക്കുന്നു. ഇവിടെ വെൽക്കം ബാക്ക് ഉണ്ട്. ഇതെടുക്കുന്നു, ഈ ഒരു പോർഷൻ ഇത് വെച്ച് നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് ഇത് ആദ്യത്തെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു, ക്ലിയർ കൊടുക്കും, റിമൂവ്, ഒന്നുകൂടെ ആഡ് ചെയ്യും. ഈ ഒരു വെൽക്കം ബാക്ക് നമ്മൾ എടുക്കുന്നു. ഇതിൻ്റെ കാര്യമില്ല, നമുക്കിപ്പം മനസ്സിലായി വർക്കൗട്ട് ആകുമെന്ന് ആ ഒരു ലെങ്ത് വെച്ചിട്ട്. ഇനി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സ്റ്റാർട്ട് അറ്റാക്ക് ഇപ്പോൾ ഒരു മിനിറ്റ്. ഇവിടെ ആഡ് കൊടുക്കുന്നു. ഇത് സെറ്റാണ്. ഒന്ന് ചുമ്മാ സ്റ്റാർട്ട് അറ്റാക്ക് കൊടുക്കട്ടെ. എല്ലാത്തിലും ഇപ്പം വെൽക്കം ബാക്ക് കാണിക്കുന്നുണ്ടല്ലോ. ഇല്ലില്ല, കാണിക്കുന്നില്ല. എം വരുമ്പോഴും കാണിച്ചിട്ടില്ല. അതിൽ നമുക്കൊരു ചെറിയ മിസ്റ്റേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്, നമ്മളത് എടുത്തതിൽ. ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ തന്നെ അല്ലായിരുന്നു എന്ന് തോന്നുന്നു. ഇതിലെപ്പോൾ സ്റ്റാർട്ട് കൊടുക്കണം എന്തായാലും നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. എം ആകുമ്പോൾ കിട്ടുമെന്ന് തോന്നാം. ആദ്യത്തെ എം നമുക്കിപ്പോൾ അറിയാമല്ലോ. അത് തന്നെ കറക്റ്റായിരുന്നു, വിഷയമില്ല. വെൽക്കം ബാക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ ആ ഒരു ഇതിൽ വെൽക്കം ബാക്ക് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലായി, എം ആണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ നമുക്ക് ലെങ്ത് നോക്കിയും അറിയാൻ പറ്റും. 5550, ബാക്കി എല്ലാം 5489. കാരണം എന്താ, ഇതിലൊന്നും വെൽക്കം ബാക്ക് ഇല്ല. ഒറ്റ പോസിബിലിറ്റി അല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഒരു വട്ടം, 2 വട്ടം പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് മനസ്സിലായി കാണും. മനസ്സിലായില്ല എങ്കിൽ നിങ്ങളതൊന്ന് റിസർച്ച് ചെയ്ത് നോക്ക്, ആ ഒരു കൺസെപ്റ്റ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്ക്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു നിങ്ങളൊന്ന് എഴുതിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിലൊന്ന് പ്രോസസ്സ് ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് സംഭവം പിടികിട്ടും. ഓക്കെ, ഉറപ്പായിട്ട് പിടികിട്ടും. അപ്പോൾ നമുക്കിനിയും രണ്ടാമത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ആദ്യത്തെ കിട്ടിയിട്ടുണ്ട് എം ആണ് സ്റ്റാർട്ടിങ് എന്നുള്ളത്. ഇവിടെ വേണ്ട, മൈ അക്കൗണ്ട് അഡ്മിനിസ്ട്രേറ്റർ, ആദ്യത്തത് എം. അപ്പോൾ നമുക്ക് ആ ഒരു പാസ്വേഡ്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ആ ഒരു പാസ്വേഡ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോട്ട് പാഡിലോട്ട് എഴുതിയെടുക്കാം. എം, ആദ്യത്തെ എം നമുക്കറിയാമല്ലോ. രണ്ടാമത്തത് ഇപ്പോൾ ഇവിടെ ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഏതാ, എച്ച്. അപ്പോൾ അത് നമുക്ക് എഴുതിയെടുക്കാം. എം എച്ച്. മൂന്നാമത്തതിന് ക്ലോസ് ചെയ്ത് അങ്ങ് പോവാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ പോസിബിലിറ്റി എന്താണെന്ന് നോക്കാം. അപ്പം നമുക്ക് എം കിട്ടി, അതേപോലെ തന്നെ എച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത മൂന്നാമത്തെ എന്തായിരുന്നു നമുക്ക് നോക്കാം. ആഡ് കൊടുത്തു. ഇവിടെ മൂന്നാമത്താണ് അറിയേണ്ടത്. ബ്രൂട്ട് ഫോഴ്സ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എല്ലാം ആയിട്ടുണ്ടോ നോക്കാം. 36 ഉണ്ടെങ്കിൽ കൺഫേം ആണ്. ഇവിടെ 1 കൊടുക്കുന്നു. 36 ഉണ്ട്, പെർഫെക്റ്റ്. അപ്പോൾ നമുക്കതിനി അടുത്ത പോസിബിലിറ്റി നോക്കാം. മൂന്നാമത്തത് എന്തായിരുന്നു നോക്കാം. അങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും 20 ചെയ്യണം. മാനുവലി ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ, റിപ്പീറ്റഡ് പ്രോസസ്സാണ്. നമ്മളിത് ഇങ്ങനെ 20 വരെ ചെയ്യുവാണ്, മാനുവലി ചെയ്യുവാണ്.
നമുക്കിനി ആ ഒരു പാസ്വേഡ് കണ്ടുപിടിച്ച ശേഷമുള്ള അല്ലെങ്കിൽ കണ്ടുപിടിച്ച് ഫുൾ നമ്മൾ എഴുതിയതിന് ശേഷമുള്ള ആ ഒരു ഫേസിലേക്ക് വരാം. അത്രയും നേരത്തെ ഉള്ള സംഭവങ്ങൾ നമുക്കൊന്ന് സ്പീഡിൽ പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് പാസ്വേഡ് കിട്ടിയിട്ടുണ്ട്. നമ്മളത് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ലാബ് ഇത്രയേ ഉള്ളൂ. ബ്ലൈൻഡ് എസ്ക്യൂഎൽ ഇച്ചിരി പരിപാടി ഉള്ളതെന്ന് മനസ്സിലായല്ലോ. അപ്പം പ്രാക്ടീസ് ചെയ്യുക, റിസർച്ച് ചെയ്യുക. കൂടുതൽ റിസർച്ച് ചെയ്താലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇതിൽ പിന്നെ കൂടുതൽ കാര്യങ്ങളായിട്ട് വലിയതായിട്ടൊന്നും മനസ്സിലാക്കാൻ ഇല്ലായിരുന്നു. പക്ഷേ എങ്ങനെ എടുക്കണം, എവിടെ നിന്ന് എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളുള്ളായിരുന്നു. അല്ലാതെ ഇപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഓൾറെഡി നമ്മൾ കുറേ SQL ഇഞ്ചക്ഷൻ ലാബ്സ് ചെയ്തതാണ്. പിന്നെ നിങ്ങൾക്ക് SQLൻ്റെ ബേസിക്സ് ഉണ്ടായിട്ടായിരിക്കുമല്ലോ ഇത് കാണുന്നത്. അപ്പം സംഭവം പിടികിട്ടിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലൈവായിട്ട് റിസർച്ച് ചെയ്യാം, ലൈവായിട്ട് ഗൂഗിൾ നോക്കാം, അങ്ങനെ കണ്ടുപിടിക്കാമല്ലോ. അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ലാബ് SQLൻ്റെ ലാബിന് ലെങ്ത് കൂടുമെന്ന് ഞാൻ ഇതുകൊണ്ടാണ് ഉദ്ദേശിച്ചത്. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടെന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് ഞാൻ സംസാരിച്ച മറ്റേ സബ്സ്ട്രിങ്ങിൻ്റെ കാര്യം അത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ പാസ്വേഡിൻ്റെ ലെങ്തിൻ്റെ കാര്യം. സബ്സ്ട്രിങ് എന്ന് പറയുമ്പോൾ പറഞ്ഞത് മനസ്സിലായില്ലേ, ആദ്യത്തെ ഒരെണ്ണം മാത്രമേ എടുക്കത്തുള്ളായിരുന്നു. രണ്ടെണ്ണം ഉണ്ട്. 2 നമ്പേഴ്സ് നമ്മൾ കൊടുക്കുക. ആദ്യം കൊടുക്കുന്നത് വെച്ചാൽ 1, 2, 3 ആ ഒരു പ്ലേസ് വാല്യൂസാണ്. 0 അങ്ങനല്ല, 1, 2, 3, 4, 5 എന്നുള്ള രീതിയിൽ ഓരോന്നിൻ്റെ പ്ലേസാണ് കൊടുക്കുന്നത്. രണ്ടാമത് കൊടുക്കുന്നത് വെച്ചാൽ എത്ര എണ്ണം വേണം. ആദ്യത്തെ ഒരെണ്ണം ആ ഒരു 1 മുതലുള്ള 2 എണ്ണം വേണം, അല്ല അവിടെ നിൽക്കുന്ന 3 എണ്ണം വേണം. അപ്പോൾ നമ്മൾ ഒരെണ്ണം മതി. നമ്മൾ ഓരോന്ന് വെച്ചാൽ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അതാണ് നമ്മളവിടെ രണ്ടാമത് കൊടുക്കുന്ന വാല്യൂ. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്ലേസ് വാല്യൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സബ്സ്ട്രിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പം ഒരു കാര്യം കൂടി ഒന്നുകൂടെ പറയാം. ഇതെന്തുകൊണ്ട് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചു എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ ഒരെണ്ണമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത് എ യുമായിട്ട് ബി യുമായിട്ട് സി യുമായിട്ട്, അല്ലാതെ എ ബി യുമായിട്ടോ സി ഡി യുമായിട്ടോ അല്ല കമ്പയർ ചെയ്യുന്നത്, ഒറ്റ ഒരെണ്ണം വെച്ചിട്ടാണ്. അപ്പോൾ അത് എപ്പോഴും ഒരെണ്ണമായിരിക്കണം നമുക്ക് കിട്ടുന്ന ഇവിടുത്തെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ. അതുകൊണ്ടാണ് നമ്മളിവിടെ 1 കൊടുത്തേക്കുന്നത്. പാസ്വേഡിൽ ആദ്യത്തെ അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് ഏതാണോ. ഇപ്പോൾ പാസ്വേഡ് വേണ്ടേ, ഇതായിരുന്നത് നമ്മുടെ പാസ്വേഡ്. ഞാൻ മനസ്സിലാകുന്ന രീതി ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. പാസ്വേഡ് ഇതായിരുന്നല്ലോ. അപ്പം ഇവിടോട്ട് ഓക്കെ, പാസ്വേഡ് ഇതാണ്. അപ്പോൾ ഇതിൽ ഇവിടെ 1, 2, 3, 4 ഇങ്ങനെ 20 വരെയാണ് അതിൻ്റെ ആ ഒരു പ്ലേസ് വാല്യൂസ് എന്ന് പറയുമ്പോൾ. 20 വരെയുണ്ട് ഇതിൻ്റെ. 6, 7, 8, 9 അങ്ങനെ പോകും. ഇതിന് എമ്മിൻ്റെ വാല്യൂ 1, 2ൻ്റെ വാല്യൂ. എൻ്റെ നിൽക്കുന്ന പ്ലേസ് ഇങ്ങനെ കൊടുത്തേക്കുന്നത് 1 മുതൽ 20 വരെ അതിൻ്റെ പ്ലേസ് വാല്യൂസ് നമുക്കിപ്പോൾ വിളിക്കാം. അതിന് പ്ലേസ് വാല്യൂസ് ഉള്ളത്. അപ്പം നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരെണ്ണം മതി. ഇപ്പം നമ്മൾ ഇതുണ്ടോ, ഇതല്ല, ഇവിടെ ഇതിന് ക്ലോസ് ചെയ്തേക്കാം, ഇതിൻ്റെ കാര്യമില്ല. ഇവിടെ നമ്മൾ അതുകൊണ്ടാണ് 1 ഫിക്സ് ചെയ്തേക്കുന്നത്. അല്ല, ഇവിടെ നമ്മളുണ്ട് ഇത് ചേഞ്ച് ആവുന്നത്. ഇത് 1 ഇരിക്കുമ്പോൾ എന്ത് പറ്റും, ഇവിടുത്തെ 1 നമ്മൾ നോക്കും. ഇത് 2 ഇരിക്കുമ്പം ഇവിടുത്തെ 2ആണ് നമ്മൾ നോക്കുന്നത്, കമ്പയർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ എന്തുകൊണ്ട് 1 ചോദിച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞത്, രണ്ടും പറഞ്ഞത് ഒന്നുകൂടെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. ഇവിടെ ഇതെന്തിനാണ് 1 വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് റൈറ്റ് സൈഡിലുള്ള വാല്യൂ എന്തായിരിക്കും, എ ബി സി ഡി അങ്ങനെ ഒറ്റയൊരു സംഖ്യമായിരിക്കും, ഒറ്റയൊരു ലെറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ 1 കൊടുത്തില്ല, ഇവിടെ 2 കൊടുക്കുവാണെങ്കിൽ നമുക്ക് വരുന്നത് MH അല്ലെങ്കിൽ MH-ആയിട്ടായിരിക്കും നമ്മൾ എയും ബിയും സിയും ഡിയും ഒക്കെ കമ്പയർ ചെയ്യുന്നത്. അത് നമുക്ക് ഈ MH എന്ന് പറഞ്ഞുള്ള പോസിബിലിറ്റി വരുന്നത് ഇങ്ങനെ അടുത്തടുത്ത് വെച്ച് കമ്പയർ ചെയ്താണെങ്കിൽ ഒരു ഭയങ്കര സമയം എടുക്കും. അങ്ങനെ വരത്തില്ല. MH-ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പല പോസിബിലിറ്റീസ് ഉണ്ടല്ലോ, എ ബി സി ഡി അങ്ങനെ പല പോസിബിലിറ്റീസ്. ഒരുപാട് പോസിബിലിറ്റീസ് ഏതെങ്കിലും ഒന്നായിരിക്കും MH എന്ന് പറയുമ്പോൾ. വളരെ നമ്മുടെ ടൈം ലെങ്ത് എടുക്കുന്ന പ്രോസസ്സാണ്. അതേസമയം നമ്മൾ ഒരെണ്ണം വെച്ച് വെക്കുവാണെങ്കിൽ എന്ത് പറ്റും, നമ്മളിവിടുത്തെ M എടുക്കും, 2 മിക്സ് ചെയ്തിട്ടുള്ള ഒറ്റ ലെറ്റർ എടുക്കും ആദ്യത്തെ. എന്നിട്ട് അത് നമ്മൾ 36 പോസിബിലിറ്റീസേ ഉള്ളാകെ. അതുമായിട്ട് നമ്മൾ ഫുൾ കമ്പയർ ചെയ്യും. അത് ഏതെങ്കിലും ഒന്ന് ശരിയായിരിക്കും, അത് നമ്മൾ എടുക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഇപ്പം നമ്മൾ ചെയ്തത്. അപ്പോൾ മനസ്സിലായി ഇവിടെ എന്തുകൊണ്ട് ഇവിടുത്തെ വാല്യൂസ് നമ്മൾ കൂട്ടുന്നെന്നും ഇവിടുത്തെ വാല്യൂ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചെന്നും. നമുക്ക് ഒറ്റ ഒരു ലെറ്റർ മതി. അതുകൊണ്ടാണ് നമ്മളിവിടെ 1 വെച്ചേക്കുന്നത്.
പിന്നെ ഓരോ പ്ലേസ് നമ്മൾ കൂട്ടി പോകണം ഓരോന്ന് കിട്ടുന്നതനുസരിച്ച്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടേയിരുന്നത്. അപ്പോൾ ഇത്രയുള്ള സംഭവം. അപ്പം ഈ ഒരു ലാബ് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ലെങ്ത് കുറച്ച് കൂടിയും തോന്നുന്നു, പക്ഷേ നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നു അത്രയും, അതുകൊണ്ടാണ്. അപ്പം ഈ ഒരു ലാബ് ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇനി നമ്മൾ വീഡിയോസ് ചെയ്യും. ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയുന്നതാണ്. നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യും. ലൈക്ക് ഓൺലൈൻ CTFs, ലൈവ് ബഗ് ഹണ്ടിങ്, പിന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ വരും. അപ്പം ഇങ്ങനത്തെ കണ്ടൻറ്റ് ഇഷ്ടമാണ്, സൈബർ സെക്യൂരിറ്റിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി വന്നു, ഇനിയും പഠിക്കണം, ഗ്രോത്ത് ഉണ്ടാക്കണമെങ്കിൽ ഈ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക.